പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടികളോടുള്ള സ്നേഹം ലോകമെമ്പാടും അറിയപ്പെടുന്നതാണ്. തന്റെ പരിപാടികളിൽ കാണുന്ന കുട്ടികളോട് ചെറിയൊരു കുശലാന്വേഷണമെങ്കിലും അദ്ദേഹം നടത്തിയിരിക്കും. അത് അദ്ദേഹത്തിന്റെ പതിവ് രീതിയാണ്. അനന്തപുരിയിലും അദ്ദേഹം ആ പതിവ് തെറ്റിച്ചില്ല. തിരുവനന്തപുരത്ത് നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു കൊച്ചു ബാലനും തമ്മിലുണ്ടായ ഹൃദ്യമായ നിമിഷം സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. ഏറെ നേരമായി തന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കുട്ടിയെ കണ്ടതോടെ പ്രധാനമന്ത്രി പ്രസംഗം നിർത്തി കുട്ടിയോട് സംസാരിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിയതായിരുന്നു അദ്ദേഹം. ജനക്കൂട്ടത്തിനിടയിൽ തന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ഏറെ നേരമായി നിൽക്കുന്ന കുട്ടിയെ കണ്ട പ്രധാനമന്ത്രി അവനെ അഭിനന്ദിക്കുകയും സ്നേഹത്തോടെ ശാസിക്കുകയും ചെയ്തു. മോനെ, നീ കുറെ നേരമായി ഈ ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. നിന്റെ കൈ വേദനിക്കും. ആ ചിത്രം ഇങ്ങു തന്നേക്കൂ. അതിന്റെ പുറകിൽ നിന്റെ വീട്ടുപേരും വിലാസവും എഴുതണം. ഞാൻ നിനക്ക് കത്തെഴുതാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് കേട്ടതോടെ സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ഉയർന്നത്. SBG ഉദ്യോഗസ്ഥരോട് കുട്ടിയുടെ കയ്യിൽ നിന്നും ചിത്രം വാങ്ങാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ആ ചിത്രം ഈ കുട്ടിയുടെ സ്നേഹവും അനുഗ്രഹവുമാണ്. അത് വളരെ ശ്രദ്ധയോടെ വാങ്ങണമെന്ന് ഞാൻ SBG ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ സദസ്സിലിരുന്ന ഒരു സ്ത്രീ തനിക്ക് നൽകാനായി ഒരു പുസ്തകം കൊണ്ടുവന്നതും പ്രധാനമന്ത്രി ശ്രദ്ധിക്കുകയും അത് വാങ്ങാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തു. തന്റെ പ്രസംഗത്തിൽ കേരളത്തിലെ ഭരണകക്ഷിയായ CPIM-നും പ്രതിപക്ഷ കോൺഗ്രസിനുമെതിരെ പ്രധാനമന്ത്രി രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. കേരളത്തിൽ ഒരു മാറ്റത്തിനുള്ള സമയമായെന്നും BJPക്ക് വലിയൊരു ജനവിധി നൽകണമെന്നും അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയ റാലിയെ അഭിസംബോധന ചെയ്തത്. BJPയുടെ പ്രചാരണത്തിന് ആവേശം പകർന്നതായിരുന്നു നഗരത്തിൽ നടന്ന റോഡ് ഷോയും പുത്തരിക്കണ്ടത്തെ വൻ ജനപങ്കാളിത്തവും. അതേസമയം കുറച്ചുനാൾ മുൻപും കുട്ടികളുമായുള്ള വൈകാരിക നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു. ന്യൂഡൽഹിയിലെ ഭാവ് നഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തെരുവുകളിൽ ഓൺലൈനിലും ഹൃദയം കീഴടക്കിയ രണ്ട് വൈകാരിക നിമിഷങ്ങളാണ് അടയാളപ്പെടുത്തിയത്. പൂക്കൾ വർഷിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും പിന്തുണക്കാരുടെ ഒരു കടലിലൂടെ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം നീങ്ങുമ്പോൾ ഒരു കൊച്ചുകുട്ടി ആദരവോടെ എഴുന്നേറ്റ് നിന്ന് പ്രധാനമന്ത്രിയെ സല്യൂട്ട് ചെയ്തു. കുട്ടിയെ കണ്ടയുടനെ മോദി സ്വന്തം സല്യൂട്ട് നൽകി മറുപടി നൽകി. കൂടാതെ വീഡിയോയിൽ പകർത്തിയ ആൺകുട്ടിയുടെ അതിയായ സന്തോഷകരമായ പ്രതികരണം പിന്നീട് വൈറലായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇതിന് ഒരു നിമിഷത്തിന്റെ രത്നം എന്ന് വിളിച്ചു. ജാസ്മിക ബൻസാൽ എന്ന പെൺകുട്ടി പ്രധാനമന്ത്രി മോദിക്ക് അന്തരിച്ച അമ്മ ഹീരാബെൽ മോദിയുമൊത്തുള്ള ജീവിതത്തിലെ അവിസ്മരണീയ ഘട്ടങ്ങൾ ചിത്രീകരിക്കുന്ന കൈകൊണ്ട് നിർമ്മിച്ച ഒരു ഫോട്ടോ കൊളാഷ് സമ്മാനിച്ചുകൊണ്ട് ദിവസത്തിന്റെ വികാരം വർദ്ധിപ്പിച്ചു. ഹീരാബെന്നുമായുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ബന്ധം എടുത്തു കാണിക്കുന്ന അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ സമീപ വർഷങ്ങൾ വരെയുള്ള ചിത്രങ്ങൾ കൊളാഷിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IANS-നോട് സംസാരിച്ച ജാസ്മിക പറഞ്ഞു, അദ്ദേഹത്തിന്റെ അമ്മയുമായുള്ള ബന്ധത്തിൽ നിന്നാണ് ഞാൻ പ്രചോദനം ഉൾക്കൊണ്ടത്. അവരുടെ അമ്മ റിച്ച മനീഷ് ബൻസാൽ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി മോദിയുടെ 75ാം ജന്മദിനത്തിൽ എൻ്റെ മകൾ അദ്ദേഹത്തിന് ഒരു അതുല്യമായ സമ്മാനം നൽകി. ഈ കൊളാഷ് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ അമ്മയും തമ്മിലുള്ള ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. അത് സ്വീകരിച്ചതിന് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇതൊരു പ്രത്യേക നിമിഷമാണ് എന്നും കൂടി ചേർത്തിരുന്നു. ഇങ്ങനെ കുട്ടികളുമൊത്ത് സമയം ചിലവഴിച്ചിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ലോക ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മോദിയല്ലാതെ മറ്റൊരു നേതാവ് ഇതുവരെ ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയിട്ടില്ല എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.